الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വ്രതവിശുദ്ധിയുടെ രണ്ടാമത്തെ സുദിനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കിവെച്ച സ്വർഗം ജീവിതത്തിൽ നാം ഇന്നേവരെ കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്ത ആസ്വാദനത്തിന്റെ അനുഭൂതിയുടെ ലോകം, അത് നേടിയെടുക്കാനുള്ള സുവർണാവസരം പടച്ചറബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഈ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ആഫിയത്തും ഈമാനും തഖ്വയും കരുത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഉണ്ടായിരിക്കേണ്ടിയിരുന്ന പലരും ഖബറിലാണ്. പരിശുദ്ധ റമദാനിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവർ. പക്ഷേ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവരെല്ലാം മടങ്ങി. അല്ലാഹുവിന്റെ ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. റമദാനിൽ പ്രവേശിക്കാനും ഇബാദത്ത് ചെയ്യാനുമെല്ലാം ഉദ്ദേശിച്ച് കാത്തിരുന്ന പലരും രോഗത്തിന്റെ പിടിമുറുക്കത്തിലാണ്. അല്ലാഹു എല്ലാ രോഗികൾക്കും ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ കൽപ്പിച്ച എല്ലാ നന്മകൾക്കും വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും പ്രതിഫലവും ഓഫർ നൽകപ്പെട്ട ഈ സമയം, ഒരു ദിവസം പിന്നിട്ടപ്പോൾ നമ്മുടെ അവസ്ഥ എന്തുണ്ട്, എങ്ങനെയുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നോമ്പും തറാവീഹും ഖുർആൻ പാരായണവും സദഖയും ദിക്റും ദുആയും
നോമ്പിന്റെ വിശുദ്ധിയും നമുക്ക് കാത്തു രക്ഷിക്കാൻ, കാത്തു സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഒന്നാമത്തെ സുബഹ് കഴിഞ്ഞ് ആളുകൾ നമസ്കാരം കഴിഞ്ഞ് അല്പനേരം ദിക്ർ ചൊല്ലി പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയപ്പോൾ ഖുർആൻ ഓതാനിരിക്കുന്ന ഒരു സഹോദരൻ പറയുകയുണ്ടായി, എന്തു മാറ്റമാണ് റമദാൻ മനുഷ്യരിൽ ഉണ്ടാക്കിയത് എന്ന്. ആ ചോദ്യം ലോകത്തോടുള്ള ചോദ്യമാണ്, നമ്മോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. റമദാനിന്റെ 2 ദിവസങ്ങൾ നമുക്ക് ലഭിച്ച ഈയൊരു സന്ദർഭത്തിൽ എന്തു മാറ്റമാണ് നമ്മുടെ ആരാധനയിലുള്ളത്, നമ്മുടെ പെരുമാറ്റത്തിലുള്ളത്, നമ്മുടെ ക്രയവിക്രയങ്ങളിലുള്ളത്, നമ്മുടെ കാഴ്ചയിലും നമ്മുടെ കേൾവിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ശീലങ്ങളിലും ഉള്ളത് എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതും മാറ്റമുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടതുമാണ്. അതോടൊപ്പം റമദാനിൽ ഒരുപാട് പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരു ജുസ് കവിഞ്ഞവർ എത്ര പേരുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു ജുസ് എങ്കിലും കവിഞ്ഞവർ. ഇന്നലെ ഒരു ജുസ് പാരായണം ചെയ്തവർ എത്ര പേരുണ്ട്? ഇന്നലെ 5 ജമാഅത്തും കിട്ടിയവർ എത്ര പേരുണ്ട്? ഇന്നലെ 12 റക്അത്ത് റവാത്തീബ് നമസ്കരിച്ചവർ എത്ര പേരുണ്ട്? ഇന്നലെ തറാവീഹ് നമസ്കരിച്ചവർ എത്ര പേരുണ്ട്? ഇന്നലെ ഒരു ദീനിയായ സംസാരം കേട്ടവർ എത്ര പേരുണ്ട്? ഓരോ ചോദ്യങ്ങൾ ഓരോ ദിവസം അസ്തമിക്കുമ്പോഴും ബെഡിലേക്ക് പോകുമ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളുടെ കയ്യിൽ ഒരു റമദാൻ ചാർട്ടുണ്ട്. അതിനകത്ത് നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഖുർആനുണ്ട്, ക്ലാസുണ്ട്, എല്ലാമുണ്ട്. അതിനവർ മാർക്കിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ചാർട്ടില്ല. നമുക്ക് വിവേകവും ബുദ്ധിയുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചാർട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് എത്ര രേഖപ്പെടുത്താനുണ്ടാകും? ഇന്നലെയിൽ നിന്ന് വർധനവാണോ നമുക്ക് ഇന്നുള്ളത്, അതല്ല കുറവാണോ ഉള്ളത്? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയെങ്കിൽ നാം അറിയാതെ ഈ റമദാൻ തീർന്നു പോകുമോ? അതല്ല ആരാധനകൾ കൊണ്ട് ഈ റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാൻ നമുക്കാകുമോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ നമുക്ക് അനുഗ്രഹമായി നൽകുമ്പോൾ അത് പരമാവധി മനസ്സിന്റെയും ശരീരത്തിന്റെയും സാന്നിധ്യത്തോടെ, സന്തോഷത്തോടെ, കുളിർമയോടെ അനുഷ്ഠിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ലോകത്ത് നമ്മെ സ്വാധീനിച്ച പല വ്യക്തികളുണ്ട്, പല പ്രദേശങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല വസ്തുക്കളുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോൾ അവിടെ അല്പനേരം സ്റ്റെക്കായി നിന്നുപോയ അവസ്ഥയുണ്ടോ? ആ ആയത്തിന്റെ അർത്ഥം ആലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞുപോയ അവസ്ഥയുണ്ടോ? ഈ ആയത്താണ് എന്നെ മാറ്റിയത് എന്നോ, അല്ലെങ്കിൽ ഈ ആയത്താണ് എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയത് എന്നോ, ഈ ആയത്ത് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു എന്നോ പറയാൻ നമുക്ക് എത്ര പേർക്ക് എന്തെല്ലാം ഉണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം മുന്നോട്ട് പോകാത്തതിന്റെ കാരണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴേക്ക് നാം മയങ്ങിപ്പോകുന്നതിന്റെ കാരണം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും അതുപോലെ തന്നെ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നതിന്റെ കാരണം വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഇത് പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നല്ലായിരുന്നെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ലോകം എത്ര പുരോഗമിച്ചാലും ലോകത്തെ ഗൈഡ് ചെയ്യുന്ന, വഴിതെറ്റാത്ത ഒരു ഗൈഡുണ്ട്, ഒരു വഴികാട്ടിയുണ്ട്. അത് ഈ ഖുർആനാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ എന്താണ് ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാത്തത്? നിങ്ങളുടെ ഹൃദയം മൂടിപ്പോയിരിക്കുകയാണോ, അടപ്പിട്ട് മൂടിയിരിക്കുകയാണോ എന്ന് ഖുർആൻ ചിന്തിക്കാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്. കേൾക്കേണ്ടത് കേൾക്കാത്ത, കാണേണ്ടത് കാണാത്ത, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരെ അള്ളാഹു നാൽക്കാലികളോട് ഉപമിച്ചിട്ട് പിന്നീട് അല്ല, നാൽക്കാലികളെക്കാളും തരം താഴ്ന്നവരാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് അഹ്ലി കിതാബിന് സംഭവിച്ചത്? ജൂത ക്രൈസ്തവർക്ക് സംഭവിച്ചത് എന്താണ്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലൂഹ
കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെപ്പോലെയായിരുന്നു അവർ എന്നാണ്. നാം ഖുർആനിനെ സ്നേഹിക്കുന്നു, ഖുർആൻ പലപ്പോഴായി പാരായണം ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനകത്ത് എന്താണ് പടച്ച റബ്ബ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ? നാം അറിഞ്ഞിട്ടുണ്ടോ? നാം അല്പനേരം ആ ഖുർആനിന്റെ ആശയത്തോടൊപ്പം നിന്നിട്ടുണ്ടോ? ഫോൺ അല്പനേരം നോക്കിയില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ആരെങ്കിലും വല്ല മെസ്സേജും അയച്ചോ എന്ന് നമുക്കൊരു തോന്നലാണ്. ആരോ എന്നെ വിളിക്കുന്നുണ്ടോ, ഒരു വൈബ്രേറ്റിംഗ് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. ഓരോ ദിവസവും നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഓരോരുത്തരും അയച്ച മെസ്സേജുകൾ തുറന്നു വായിച്ച് എല്ലാം ഉറപ്പുവരുത്തുന്ന നമ്മൾ, ജീവനും റിസഖും നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പടച്ചറബിന്റെ മെസ്സേജിനെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടോ? അതിന്റെ ആശയങ്ങളെ ചികഞ്ഞിട്ടുണ്ടോ? അപ്പുറത്ത് ഒരു ഷോർട്സ് കണ്ട് ഇപ്പുറത്ത് വന്നവർ എത്ര പേരുണ്ട് എന്ന് കമന്റ് ബോക്സുകളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ട്രോൾ വീഡിയോ കണ്ട് ഇപ്പുറത്ത് വന്നവർ ആരൊക്കെയുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഹാബിറ്റാണ് ഒരു കാര്യം കണ്ടാൽ പിന്നീട് അതിന്റെ വിശദീകരണം തേടി അപ്പുറത്ത് പോയി ചാറ്റ് ചെയ്തത് കണ്ടെത്തുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഈ ഹാബിറ്റ്, ഈ ശീലം പ്രാക്ടിക്കലാണോ? മൊബൈലിനെ പരിഗണിക്കുന്ന പോലെ, നോക്കുന്ന പോലെ, മാറ്റിവെക്കാൻ കഴിയാത്തതുപോലെ ഖുർആനിനെ നോക്കാൻ, വായിക്കാൻ, നിരീക്ഷിക്കാൻ, മാറ്റിവെക്കാൻ പറ്റാത്ത കോലത്തിൽ ചേർത്തുവെക്കാൻ, കൂടുതൽ കൂടുതൽ പഠിക്കാൻ, ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് പരിശോധിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടൊരു തഫ്സീർ എടുത്ത് പരിശോധിക്കാൻ നമുക്കാകുന്നുണ്ടോ? എവിടെയാണ് നമ്മൾ ഖുർആനിനെ പരിഗണിച്ചിട്ടുള്ളത്? അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു പടച്ചോനെ എന്ന് പരലോകത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ കൂട്ടത്തിൽ നമ്മൾ പെടുമോ? നോക്കൂ, ഒരു ദിവസം ഒരു ആയത്തിന്റെ തഫ്സീർ വായിച്ചിരുന്നെങ്കിൽ 18 കൊല്ലം കൊണ്ട് ഖുർആൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയേനെ. ഒരു ദിവസം ഒരു ആയത്ത് മനഃപ്പാടമാക്കിയിരുന്നെങ്കിൽ 18 വർഷം കൊണ്ട് നമ്മൾ ഹാഫിളായേനെ. ഒരു ദിവസം ഒരു ആയത്ത് കേട്ടിരുന്നെങ്കിൽ 18 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ കേട്ടിരുന്നേനെ. പക്ഷെ എവിടെയാണ് നമുക്ക് സമയമുള്ളത്? എവിടെയാണ് നാം ശ്രമിക്കുന്നത്? ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടതാണ്. വാഹനം വാങ്ങുന്നു, അതിന്റെ കാറ്റലോഗ് വായിക്കുന്നു. സാധന സാമഗ്രികൾ വാങ്ങുന്നു, അതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. നാമാകുന്ന മനുഷ്യനാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തെ ചിട്ടപ്പെടുത്തി അടുക്കി വെച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്ന് നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞ ഖുർആനിനെ വായിക്കുന്നിടത്ത് ഇപ്പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്രത്തോളം സമാധാനം, അങ്ങനെയാണല്ലോ, ഒരു നല്ല ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് സമാധാനമാണ്, നല്ല ഭാര്യ എന്ന നിലയ്ക്ക് സമാധാനമാണ്, ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് സമാധാനമാണ്. കാരണം ചെയ്യേണ്ടത് ഞാൻ ചെയ്തു പോകുന്നുണ്ട്. റൈറ്റ്. ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ മര്യാദയും അതിനോട് പാലിക്കേണ്ട ആ ഒരു അടുപ്പവും അതിനോടുണ്ടായിരിക്കേണ്ട ആദാബുകളും നമ്മൾ പാലിക്കുന്നുണ്ടോ? മനസ്സാക്ഷി കുത്തില്ലാതെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇനി എന്നാണ് ഈ മനസ്സാക്ഷി കുത്തിനെ നമ്മൾ നികത്താൻ പോകുന്നത്? മാറ്റം ആഗ്രഹിക്കുന്നവർക്കുള്ള സമയമാണ് ഈ സമയമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കിതാബുൻ, ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഇത് മുബാറക്കാണ്. ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്, ചിന്തിക്കാൻ, ആലോചിക്കാൻ. അതിനുവേണ്ടിയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ നൽകിയത്. ഈ പറഞ്ഞ ആയത്തിലെ ലിയദ്ദബ്ബറു ആയാതി എന്ന ആ ലാം തദുല്ലു അലാ അന്നൽ ഖുർആൻ മാ നസല ലിമുജറദി തിലാവതി ഹുറൂഫിഹി ഫഖത്ത്. ഖുർആനിന്റെ ഹർഫുകൾ വായിച്ചു പോവുക, വെറും ഓതിപ്പോവുക എന്നതിന് മാത്രമുള്ളതല്ല, അതിനുവേണ്ടി മാത്രം ഇറക്കപ്പെട്ടതല്ല ഖുർആൻ എന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. പിന്നെ എന്തിനുള്ളതാണ്? അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അതിലുള്ള കഥകളും ചരിത്രങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ചിന്തിച്ച് ആലോചിച്ച് അതിന്റെ ഉപദേശങ്ങളിൽ നിന്ന് ഗുണപാഠം നേടാനും അതിന്റെ കൽപ്പനകൾ പാലിക്കാനും അത് വിലക്കിയ കാര്യങ്ങൾ മാറ്റിവെക്കാനും കൂടിയാണ് ഖുർആൻ ഇറങ്ങിയത്. വെറും ഓതി തീർക്കാനല്ല. ഓതുന്നതിന് പുണ്യമുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ നന്നായിട്ട് ഓതാൻ ശ്രമിക്കുന്നുണ്ട്. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ.
സുഹൃത്ത്, അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? ഏതൊരു കാര്യത്തിലും അങ്ങനെയാണല്ലോ, ബിസിനസ്സിൽ, പഠനത്തിൽ, കുടുംബത്തിൽ, വീട്ടിൽ. അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. എങ്ങനെ ഈ പോക്ക് പോയാൽ മതിയോ? അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കും. ഖുർആൻ വെറും ഓതിപ്പോയാൽ മതിയോ? നിസ്കാരം എന്നും ഇങ്ങനെ നിസ്കരിച്ചു പോയാൽ മതിയോ? ദീൻ എന്നും ഇങ്ങനെ കേട്ടുപോയാൽ മതിയോ? ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? അപ്പൊ അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുക എന്നുള്ളതാണ്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാൻ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ബഖറ ഓതി. അൽ-ബഖറ കഴിഞ്ഞ് ആലു ഇമ്രാൻ ആരംഭിച്ച് ഒറ്റ റക്അത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി അങ്ങനെ പോവാണ്. നമ്മൾ ആലോചിക്കും, ഒരു പേജ്, അര പേജ്, മുക്കാ പേജ് ഓതുമ്പോൾ തന്നെ നമുക്ക് കാലുകടയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആ വചനാമൃതങ്ങളിൽ ലയിച്ചു പോവാണ്. നീ എനിക്ക് ഓതിക്കൊണ്ടാ ഞാൻ കേൾക്കട്ടെ, മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നന്നായി ഖുർആൻ ഓതി. ഒറ്റ രാത്രി മുഴുവൻ ഒരു ആയത്ത് മാത്രം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി ഒരു രാത്രി മുഴുവൻ കരഞ്ഞ്. ബിലാൽ ചോദിച്ചു, നബി എന്തിനാ നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഓതിപ്പോകുന്നവർക്കൊക്കെ നാശം. എങ്ങനെ? ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ജസ്റ്റ് ഓതിപ്പോകുന്നവർക്കെല്ലാം നാശം. എന്താണ് ആയത്തിലുള്ളത്? ആകാശഭൂമികളുടെയും രാപ്പകലുടെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ ഗതിവിഗതികളിലും ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിഹിം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ദിക്ർ ചൊല്ലുന്ന അവന്റെ മഹത്തുക്കളായ അടിമകളെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്ന രണ്ടായത്തുകളാണ്. ഈ രണ്ടായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി നേരം വെളുക്കുവോളം, പുലർച്ചെ സുബഹ് ബാങ്ക് കൊടുക്കാൻ ബിലാൽ വരുന്നവരെ റസൂലുള്ളാഹി കരയായിരുന്നു. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികളായ സഹാബത്ത്, അവരുടെ എല്ലാവരുടെയും ചരിത്രം ഇങ്ങനെ തന്നെയാണ്. ഒരായത്ത് കൊണ്ട് രാത്രി മുഴുവൻ നമസ്കരിച്ച ആളുകളുണ്ട്, കരഞ്ഞു തീർത്തവരുണ്ട്. അങ്ങനെ തന്നെ രാത്രി ഖുർആൻ ഓതി 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 മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. എത്രയെത്ര സലഫുകളാണ് ഇങ്ങനെയെല്ലാം വിശുദ്ധ ഖുർആനിനെ ഉറ്റാലോചിച്ചിട്ടുള്ളത്. സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു സൂറത്ത് കൊണ്ട് ഇശാ മുതൽക്ക് സുബഹ് വരെ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന ഒറ്റ ആയത്ത് ഓതിയിട്ട് രാത്രി നിന്ന് നമസ്കരിച്ചത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ഖാസിം ബിൻ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഞാനൊരിക്കൽ അമ്മായി ആയിഷ ബീവിയെ കാണാൻ ചെന്നു. ളുഹാ സമയത്താണ്. ആയിഷ ബീവി നമസ്കരിക്കുകയാണ്. ഞാൻ നമസ്കാരം തീരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു വീട്ടുകൊലായിൽ. പക്ഷെ നമസ്കാരം തീരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഓതുന്നു, കരയുന്നു. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏത് സമയം? ളുഹാ സമയം, സൂര്യൻ ചൂടുപിടിക്കുന്നതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സമയം. അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങാടിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ തിരക്കുകളൊക്കെ തീർത്ത് വീണ്ടും തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി നിസ്കാരത്തിൽ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകൾ, വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഓതിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവേ, നരകത്തിൽ നിന്ന്, നാറു സമൂമിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ആയിഷമ്മക്ക് കഴിയാത്തൊരവസ്ഥ. ഖുർആന്റെ ആയത്ത് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. സ്വർഗ്ഗക്കാർ പറയുന്ന വല്ലാത്തൊരു വാക്കാണത്. പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് കിട്ടിയ ആ ഒരു സ്വർഗത്തിന്റെ അനുഭൂതിയെ അവർ അവിടെ വെച്ചിട്ട് അനുസ്മരിക്കുന്ന ആ ഭാഗമാണ്. അവർ പരസ്പരം കണ്ടിട്ട് സംസാരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ആ ഓതിയിട്ട് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ഇതും ഖുർആനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് സയഖ്റുജു അഖ്വാം മിൻ ഉമ്മത്തി യശ്റബൂന ഖുർആൻ കശുർബിഹിമുൽ ലബൻ, പാല് കുടിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിൽ അവസാന കാലത്ത് ചില ആൾക്കാർ വരും. അവർ ഖുർആൻ അങ്ങനെ പാലുടിച്ചണ മാതിരി കുടിച്ചെന്നാണ്. അതായത് ഓലങ്ങനെ ഓതും, നല്ല കാര്യങ്ങൾ വരും. പക്ഷെ ഖിറാഅത്തെല്ലാം തൊണ്ടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, തൊണ്ട വിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ്. ഇമ്പമാർന്ന ഖിറാഅത്ത് കേൾക്കാനും ഇമ്പമാർന്ന രീതിക്ക് പാരായണം ചെയ്യാനും കഴിയുള്ള ഒരുപാട് ആളുകൾ വരും. പക്ഷേ അവർ അതിന്റെ ആശയങ്ങളെക്കുറിച്ച്, അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയില്ല എന്നാണ്. മാലിക് ഇബ്നു ദീനാർ
റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ്. പക്ഷെ ആളുകൾ അതിന്റെ ഖിറാഅത്ത് ഒരു അമലായി സ്വീകരിച്ചിരിക്കുന്നു. ഖുർആൻ പഠിച്ച് അമൽ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. പക്ഷേ ഖുർആൻ പഠിച്ച് അമൽ ചെയ്യാതെ അതിന്റെ ഖിറാഅത്ത് മാത്രം ഒരു അമലായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ ഓതുന്ന ആശയങ്ങളുടെ അർത്ഥം എന്താണ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് എന്ന് പറയുമ്പോൾ മരിക്കുന്ന ഒരു മനുഷ്യന്റെ രംഗമാണ് അവിടെ പറയുന്നത്. അയാളുടെ ആത്മാവ് തൊണ്ടക്കുയിലെത്തുമ്പോൾ അവൻ വിളിച്ചു പറയും, മന്ത്രിക്കാൻ ആരുണ്ട്? വദന്ന അന്നഹുൽ ഫിറാഖ്, തന്റെ വീടും കച്ചവടവും ഇണകളെയും മക്കളെയും ഊട്ടിനെയും ട്രെൻഡിനെയും വൈബിനെയും എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ പോകുന്ന നിമിഷമാണല്ലോ ഇത് എന്ന് അവൻ തിരിച്ചറിയുമെന്നാണ്. വദന്ന അന്നഹുൽ ഫിറാഖ്. ഇത് പ്രസംഗത്തിലും ഖുത്ബയിലും ക്ലാസ്സിലും ഒക്കെ കേട്ട് മനസ്സിലാക്കിയ എന്റെ മരണമാണല്ലോ ഇത് എന്ന് അവൻ അവിടെ വെച്ച് പറയും. വൽതഫത്തി സാഖ് ബിസാഖ്, മരണത്തിന്റെ വെപ്രാളത്തിൽ അവന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കും. ഇലാ റബ്ബിക യൗമഇദിൻ മസാഖ്, പടച്ചറബിലേക്കുള്ള ഒരു മടക്കയാത്ര. ഇതൊക്കെ നമ്മളങ്ങനെ ഓതിപ്പോണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത്തേ കയ്യിൽ കിതാബ് കിട്ടുന്ന. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത്തേ കയ്യിൽ കിതാബ് കിട്ടുന്ന. അല്ലേ? നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച്, ഖൈറിനെക്കുറിച്ച്, ഷർറിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, ശിർക്കിനെക്കുറിച്ച്, നിഫാഖിനെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഓതിപ്പോണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരുടെ ഡെസിഗ്നേഷൻ എന്താണ്? അൽ മുഅ്മിനൂൻ. നമ്മളാ മുഅ്മിനീങ്ങൾ. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂൻ പറയാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്താ അവിടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭയഭക്തിയുള്ള നിസ്കാരം നിർവഹിക്കുന്നവരാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 ക്വാളിറ്റീസ് പറയാണ്. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ആ ക്വാളിറ്റി എനിക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതിന് സുഹൃത്തുക്കളെ, ഇതിന്റെ ആശയങ്ങൾ പഠിക്കാൻ, ചിന്തിക്കാൻ, അങ്ങനെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. കടലിന്റെ ബാഹ്യം കണ്ടവനും കടലിൽ കിലോമീറ്ററുകൾ അകത്തേക്ക് പോയിട്ട് മീൻ പിടിക്കുന്നവനും കടലിന്റെ ആഴിയിൽ പോയിട്ട് ഗവേഷണം നടത്തുന്നവനും കണ്ടത് കടലാണ്. പക്ഷേ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതുപോലെ ഖുർആൻ നമ്മൾ കണ്ടോ, പഠിച്ചോ, ഓതിയോ എന്നൊക്കെ ചോദിച്ചാൽ ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറത്ത് സുമറിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. വിശ്വാസികൾ അല്ലാഹുവിന്റെ കിതാബ് അവർ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, നരകത്തെക്കുറിച്ച്, അള്ളാന്റെ അദാബിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കിങ്ങനെ രോമം എടുത്തു പിടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള നന്മകളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം റബ്ബിന് ദിക്റെടുക്കാൻ വേണ്ടി ചാഴിഞ്ഞു പോകും. ഇത് ഖുർആൻ ഉണ്ടാക്കുന്ന സ്വാധീനമാണ്. വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ആയത്ത് ഓതിയിട്ട് ഒരാൾ രാത്രി നിസ്കരിക്കുന്നത് കേട്ടിട്ടാണ് ഉമർ ഒരു മാസത്തിലധികം ദിവസം രോഗിയായത്. ധീരനായ ഉമർ രോഗിയായത് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. കളവ് പറഞ്ഞാൽ, പലിശ തിന്നാൽ, വ്യഭിചരിച്ചാൽ, ശിർക്ക് ചെയ്താൽ, ബിദ്അത്ത് ചെയ്താൽ, മോശം ഡ്രസ്സ് ധരിച്ച് നടന്നാൽ, അല്ലെ സാമ്പത്തിക രംഗത്തെ വിശുദ്ധി കാക്കാതെ പോയാൽ ഇന്ന ഇന്ന ശിക്ഷ കിട്ടുന്നൊക്കെ നമ്മളിങ്ങനെ പറയെങ്കിലും നമ്മൾ ഒരു കാതുകൊണ്ട് കേട്ട് മറ്റേ കാതുകൊണ്ട് വിടും. ഖുർആൻ തറപ്പിച്ച് പറയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ആ ആയത്ത് കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായി. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തിന്റെ മീതെ നിങ്ങളുടെ ശബ്ദം ഉയരരുത് എന്ന ആയത്ത് കേട്ടപ്പോ സാബിത്ത് ബിൻ ഖൈസ് അദ്ദേഹം കുറച്ച് സൗണ്ട് തന്നെ
വലിപ്പമുള്ള ആളാണ്, കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം പിന്നെ പള്ളിക്ക് വരവ് നിർത്തി. എന്തേ? ഈ ആയത്തിനെ കുറിച്ചാണ്. നബിയേക്കാൾ ശബ്ദമുയർന്നു പോയാൽ എന്റെ കർമ്മങ്ങൾ തകർന്നു പോകുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ആരെങ്കിലും തന്റെ ഹൃദയത്തെ പടച്ചറബിന്റെ കലാമുമായി ചേർത്തു വച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും കലാമിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് ഒരാളുടെ തലച്ചോറ് കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ അവന് ആ ഖുർആൻ മനസ്സിലാകും. അതിലൂടെ അവന് ഖുർആനിന്റെ മാധുര്യം ലഭിക്കും, അതിന്റെ ബർക്കത്ത് ലഭിക്കും. മറ്റൊന്നിലും കിട്ടാത്ത ആസ്വാദനം അവനതിൽ കിട്ടും. എന്തിനാ പൈസ? നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല വീടുണ്ടാക്കാൻ, നല്ല കാറ്, നല്ല സൗകര്യം. ഇതൊക്കെ എന്തിനാ? നമുക്ക് സമാധാനിക്കാൻ, സന്തോഷിക്കാൻ, ആസ്വദിക്കാൻ, അല്ലെ, സുഖിക്കാൻ. എന്നാൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ലദ്ദത്ത്, ഏറ്റവും നല്ല ടേസ്റ്റ് അത് ഖുർആനിലാണ്. അത് ഖുർആനിലാണ്. അതുകൊണ്ട് ആ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അഹ്ലുസുഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടിയിട്ട് അവർ ദീൻ പഠിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ. അവർക്ക് തിന്നാൻ വകല്ല, ഉടുക്കാൻ വകല്ല. പക്ഷെ അവർക്കാർക്കും പരാതിയില്ല. നമുക്കിതൊക്കെ ഉണ്ടെങ്കിലും പരാതി തീരുന്നില്ല, ഇല്ലല്ലോ. നമ്മൾ ഖുർആനിലില്ല, നമ്മൾ ഖുർആനിന്റെ തീരത്തില്ല, ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇത്രയും കാലം ജീവിച്ചിട്ട് പലതും നമ്മൾ നേടിയെടുത്തിട്ട് പലതിന്റെയും രുചി നമ്മൾ നുകർന്നിട്ട് അള്ളാന്റെ ഖുർആനിന്റെ രുചി മാത്രം നമ്മൾ നുകർന്നിട്ടില്ല. ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെ ഈമാൻ കൂടും. സ്വഹാബത്ത് പറയാൻ, നബി ഞങ്ങൾക്ക് ആദ്യം ഈമാൻ പഠിപ്പിച്ചെന്ന്. ഞാൻ ഈ കേൾക്കണ എല്ലാവരോടും പറയാണ്, നമ്മുടെ ഉള്ളിൽ ശരിക്കും പടച്ചോന്റെ വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ഇത് രണ്ടും ഉറച്ചിട്ടുണ്ടോ? അതിങ്ങനെ ഞാണുമ്മ കളിയാണെങ്കിൽ നടക്കൂല. അത് രണ്ടും ഉറച്ചിട്ടുണ്ടോ? അത് ഉറപ്പിക്കാൻ നബി ആദ്യം ചെയ്ത് അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ച് പിന്നെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുത്ത്. സഹാബത്ത് പറയാണ്, ആ ഈമാനുള്ള ഹൃദയത്തിലേക്ക് ഖുർആൻ ഇങ്ങനെ കിട്ടിയപ്പോ ഞങ്ങളുടെ ഈമാൻ ഇങ്ങനെ കൂടി എന്നാ പറയുന്നത്. ഹൃദയത്തിന് ആവശ്യമുണ്ടത്. ഹൃദയത്തിന്റെ മെഡിസിനാണ് ഖുർആൻ. ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, സങ്കടങ്ങൾക്ക്, ആദികൾക്കുള്ള ചികിത്സയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് ഖുർആൻ നമ്മുടെ മനസ്സ് തേടുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് ഖുർആനിന് നല്ലൊരു ആയത്ത് നമ്മളങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിന് വിശാലത ഉണ്ടാണ്. ഒരു പൂ വിരിയുന്ന പോലെ നമ്മുടെ ഹൃദയം വിടരാൻ കാരണം എന്താണ്? ഖുർആനും ഹൃദയം തമ്മിൽ അത്രയും ബന്ധമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഖുർആനിനെ അടുത്തറിയാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത്? ഒന്ന്, മനസ്സിനെ പാകപ്പെടുത്തുക. ഖുർആൻ ആയത്ത് ചിന്തിച്ച് പഠിക്കാൻ മനസ്സ് സജ്ജമാകണം ആദ്യം. അതിന് ഖുർആനോടുള്ള സ്നേഹവും അതിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യവും ആ ഹിദായത്ത് അത് അങ്ങേയറ്റം ആവശ്യവും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പൊ മനസ്സിനെ പാകപ്പെടുത്തുന്നത്, ഖുർആനോടുള്ള ഇഷ്ടവും ഇതൊക്കെ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? ഖുർആനുമായിട്ട് സദാ ബന്ധം പുലർത്തുക. എപ്പോഴേലൊക്കെ കാണണോലും ഇതാക്കണോലും അത്ര ബന്ധം ഉണ്ടാവുള്ളൂ. എപ്പോഴും കണ്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ഭയങ്കര ബന്ധം ഉണ്ടാവും, അല്ലെ? ഇതുപോലെ ഖുർആനെ എപ്പോഴെങ്കിലും തുറന്നു നോക്കുക എന്നുള്ളതല്ല, മറിച്ച് നിരന്തര ബന്ധമുണ്ടാവുക എന്നുള്ളതാണ്. ഓതിയും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഖുർആന് നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം, അത്രയും ഇമ്പോർട്ടന്റ് ആയ സാധനം. ഒരു മൊബൈല് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? മൊബൈലിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമായിട്ട് നമ്മുടെ ഖുർആൻ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആനെ കുറിച്ച് പഠിക്കാനും ഉറ്റാലോചിക്കാനും പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെങ്കിൽ അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുക എന്നുള്ളതാണ്. തഫ്സീർ ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ വചനങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഓരോ സൂറത്ത് ഇറങ്ങാൻ കാരണമുണ്ട്, ഓരോ സൂറത്തിൽ ഓരോ സബ്ജക്റ്റ് ഉണ്ട്, ഓരോ ആയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക എന്നുള്ളത്. അമാനി മൗലവി 25 കൊല്ലം മാറ്റിവെച്ചിട്ടാണ് ഒരു തഫ്സീർ എഴുതിയത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. മലയാളക്കരയ്ക്ക് ഏറ്റവും ബൃഹത്തായ തഫ്സീറാണ് അമാനിമയുടെ തഫ്സീർ. ഇന്നത് 8 വാള്യമായിട്ടൊക്കെ ചുരുക്കി ലെറ്ററുകൾ വലുതാക്കിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊരു കോപ്പി ഉണ്ടോ? പരിശോധിക്കേണ്ടതാണ്. അത് എവിടെ സെയിൽ ചെയ്യുന്നതെന്നോ എവിടെ കിട്ടുന്നതെന്നോ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഉണ്ടാവും, ബുക്ക് സ്റ്റാളുകളിലും അവിടെയൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ അതിന്റെ ഒരു കോപ്പി ഉണ്ടോ?
അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ നമ്മുടെ ടാബിലോ അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് നമ്മൾ വായിച്ച് പോകുന്നുണ്ടോ പരിശോധിക്കുക, ചിന്തിക്കുക. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ എന്തരെങ്കിൽ ധാരാളം വിശദമായ വിവരങ്ങൾ ഖുർആനെ വ്യത്യസ്ത ആംഗിളിൽ, ഖുർആന്റെ പ്രയോഗങ്ങൾ, ഖുർആന്റെ ഭാഷകൾ, ഖുർആന്റെ സാഹിത്യങ്ങൾ, ഖുർആനിലുള്ള ശാസ്ത്രങ്ങൾ, ഖുർആനിലുള്ള ചരിത്രങ്ങൾ, ഇതിന്റെ വ്യത്യസ്ത ആംഗിളുകൾ വിശദീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അങ്ങനത്തെ പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ ശരിയായ സ്രോതസ് ഉപയോഗപ്പെടുത്തി ആണ് പ്രസംഗിക്കുന്നത് എന്ന് ഉറപ്പുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഖുർആനിൽ സൂക്ഷ്മ ജ്ഞാനം നേടിയെടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം തരങ്ങൾ ആവർത്തിച്ച് ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയായിരിക്കുമ്പോൾ ഖുർആനിന്റെ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ചിലപ്പോൾ രോഗം ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ പൈസ കുറച്ച് കമ്മിയായിരിക്കും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ആദികളുണ്ടാവും. പക്ഷേ വിശുദ്ധ ഖുർആൻ നൂറാണ്. നൂറുൻ അലാ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വെളിച്ചത്തിന് മേൽ വെളിച്ചം. ഒരു ചില്ലുകൂട്ടിൽ കത്തിച്ചു വെച്ച ഒരു വിളക്ക് പോലെ, വിളക്ക് തന്നെ വെളിച്ചമാണ്, അതിന് ചുറ്റുമുള്ള ചില്ല് ആ വെളിച്ചത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു വെളിച്ചമാണ് ഖുർആൻ. അത് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെക്കാൻ പറ്റണമെങ്കിൽ ഖുർആനിന്റെ പാരായണത്തോടൊപ്പം അതിന്റെ ആശയങ്ങളെ കൂടെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. പഠിക്കുന്നത് പ്രവർത്തിക്കാനാണ്. അതിലുള്ള കൽപ്പനകൾ പ്രാവർത്തികമാക്കുക, അതിലുള്ള വിലക്കുകൾ നമ്മൾ മാറ്റിവെക്കുക, ഖുർആൻ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഖുർആൻ കേൾക്കുന്നതിലും പഠിക്കുന്നതിലും ആസ്വാദനം കണ്ടെത്തുക. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗത്തിൽ നിന്ന് റമദാനിലും നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ നോ ചാൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യമായ വിശുദ്ധ ഖുർആൻ അതിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. അത് പഠിക്കാനും ഉൾക്കൊള്ളാനും അറിയാനുമുള്ള അവസരങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും വിശുദ്ധ ഖുർആനിൽ ആലിമീങ്ങളാക്കുമാറാവട്ടെ, ഹാഫിളീങ്ങളാക്കുമാറാവട്ടെ. ഖുർആനിന്റെ ശരിയായ അനുയായികളാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെയും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ റമദാനിലൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും അല്ലാഹു മാറ്റമില്ലാതെ നിലനിർത്തുമാറാവട്ടെ. അനൈക്യവും ഛിദ്രതയും കലാപവും വിതച്ച് അധികാരം പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.